السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് നമുക്ക് നൽകുന്ന പരിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 116 വചനം, അതിലെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുല്ലാ തുടർന്ന് പറയുന്നു: കിഴക്കും പടിഞ്ഞാറും നിങ്ങളുടെ മുഖം എങ്ങോട്ട് തിരിച്ചാലും അവിടെയൊക്കെ അള്ളാഹുവിനെ ദർശിക്കാം. ഇത് സംബന്ധമായിട്ടുള്ള വിശദീകരണമാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്നത്. മോറോവർ, ഇത് മാത്രമല്ല, ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ടു ദ ഫാക്ട്, ഇത് ഒരു വസ്തുതയിലേക്കുള്ള ഒരു സൂചനയാണ്. ദാറ്റ് ഇഫ് എ ബിലീവർ ഈസ് നോട്ട് അവെയർ ഓഫ് ദ റൈറ്റ് ഡയറക്ഷൻ, ഒരു വിശ്വാസിക്ക് ശരിയായ ദിശ അറിയില്ല എങ്കിൽ, അതായത് കിബില എങ്ങോട്ടാണ് എന്ന് അവനൊരു സ്ഥലത്ത് അകപ്പെട്ടു, അപ്പോൾ കിബില എങ്ങോട്ടാണ് എന്നുള്ള കാര്യം അവന് ശരിയായ നിലയിൽ അത് അറിയില്ല എങ്കിൽ, ടു പ്രേ ടു അള്ളാഹ്, കിബിലയെ അഭിമുഖീകരിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിനു ആരാധിക്കുവാൻ കിബില എങ്ങോട്ടാണ് എന്ന് ഒരു വിശ്വാസിക്ക് അറിയില്ല എങ്കിൽ, ദെൻ അള്ളാഹ് ഈസ് മേഴ്സിഫുൾ ആൻഡ് നോയിങ്, അപ്പോൾ അള്ളാഹു താല അങ്ങേയറ്റം കരുണയുള്ളവനും അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം അറിയുന്നവനുമാണ്. ഹി അക്സെപ്റ്റ്സ് ദ പ്രെയർ, അവൻ പ്രാർത്ഥനയെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. ഓഫ് ദ സിൻസിയർ സെർവൻസ്, നിഷ്കളങ്കമായ ഈ ഭക്തൻ്റെ, ഈ ദാസൻ്റെ പ്രാർത്ഥനയെ അവൻ സ്വീകരിക്കുന്നു. ഹു ടേൺസ് ടു ഹിം, അവനിലേക്ക് തിരിയുന്ന ആളാണവൻ. ഫ്രം വിച്ച് എവർ ഡയറക്ഷൻ, അവൻ ഏത് ഡയറക്ഷനിലോ ആകട്ടെ, ഹി ഡയറക്ട്സ് ഹിസ് ഫേസ്. അപ്പോൾ നമ്മൾ ചിലപ്പം കിഴക്കോട്ടായിരിക്കും, ചിലപ്പം പടിഞ്ഞാറോട്ട്, ചിലപ്പം തെക്കോട്ട്, ചിലപ്പം വടക്കോട്ട് ഒക്കെ ആയിരിക്കാം. നമുക്ക് ദിശ അറിയില്ല എങ്ങോട്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ഒരു വിഘാതവും വരുത്താൻ പാടില്ലാത്ത നിലയിൽ അല്ലാഹു തആല ഈ വചനത്തിലൂടെ കാണാം. നിങ്ങൾ ഏത് ഭാഗത്തേക്ക് നിങ്ങളുടെ മുഖം തിരിച്ചാലും ഞാൻ അവിടെയുണ്ട്, ഞാൻ അത് കാണുന്നുണ്ട് എന്നും. അപ്പോൾ നമസ്കാരത്തിൽ നിന്നും ഒഴിവാവാൻ ഒരു ഇതുമില്ല, കൽപ്പനയും ഒരു വഴിയുമില്ല. അപ്പോൾ ഏത് ഡയറക്ഷനിലായാലും ശരി, അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അവന് നമസ്കരിക്കാം. ഫോർ അല്ലാഹ് ഈസ് എവരിവെയർ, അല്ലാഹു തആല എല്ലായിടത്തുമുണ്ട്. ആൻഡ് സീസ് ഹിം, അവൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രക്ഷിതാവാണ് നമുക്കുള്ളതെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അല്ലാഹു തആല എല്ലായിടത്തുമുണ്ട്, അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ പുറപ്പെടുവിച്ച കൽപ്പനകൾ 700, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുക.
അതോ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച് നമ്മൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം നിറവേറ്റിക്കൊണ്ട് അത് ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ആകുമ്പോഴത്തേക്ക് വളരെ വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്നു. ആ പ്രതിഫലങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലൈഫ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും അല്ലാഹു തആല ഉണ്ട്. ഖിബ്ല എങ്ങോട്ടാണ് എന്ന് നമുക്കറിയാത്ത സാഹചര്യത്തിലും നമുക്ക് നമസ്കരിക്കാം എന്നുള്ള ഒരു വിശദീകരണമാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. സോ വെൻ വി ഹാവ് ടു പ്രേ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് വി ഡു നോട്ട് നോ ദ ഡയറക്ഷൻ ഓഫ് ദ ഖിബ്ല, ഖിബ്ലയുടെ ഭാഗം എങ്ങോട്ടാണെന്ന് അറിയില്ല എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഇറ്റ് ഈസ് നോട്ട് എ സിൻ ടു പെർഫോം ദ പ്രേയേഴ്സ് ഇൻ എനി ഡയറക്ഷൻ. ഏത് ഭാഗത്തോട്ട് തിരിഞ്ഞു നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലും അതൊരിക്കലും ഒരു പാപമല്ല. ആസ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് എബോവ്, മുകളിൽ വിശദീകരിച്ച പ്രകാരം, ദാറ്റ് വി ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് അല്ലാഹ് ഇൻ എവരിതിങ്. എല്ലാത്തിലും നമുക്ക് അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ക്രിയേറ്റഡ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്ത് അവൻ സൃഷ്ടിച്ചിട്ടുള്ള സമസ്ത വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. അതാണ് പറയുന്നത്, ദാറ്റ് വി ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ്. ഇൻ എവരിതിങ്, എല്ലാത്തിലും, എങ്ങോട്ട് തിരിഞ്ഞാലും എന്ത് നോക്കിയാലും എന്ത് കണ്ടാലും എന്തിനും അള്ളാഹുവിൻ്റെ സാന്നിധ്യം. ക്രിയേറ്റഡ് ഇൻ ദിസ് വേൾഡ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള അവൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ സാന്നിധ്യം, അവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദർ ഇസ് എ ഹദീസ്, ഒരു ഹദീസിൽ ഇപ്രകാരം പറയും, സ്റ്റേറ്റിംഗ് ദാറ്റ് അവർ ആക്ഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ അവർ ഇൻറ്റൻഷൻ. നമ്മുടെ നീയത്തനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തിയുടെ ഫലം കിട്ടുന്നത്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ആ നീയത്തനുസരിച്ചാണ് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരാളെ ചതിക്കാം, വഞ്ചിക്കാം, കളിപ്പിക്കാം, എന്തും ചെയ്യാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള ആളുകളെ എന്താ ചെയ്യേണ്ടതെന്ന് അല്ലാഹു തആലയ്ക്ക് നല്ലതുപോലെ അറിയാം. ഈ മനുഷ്യരെ തിരിച്ചറിയാൻ ഒക്കത്തില്ലെന്ന്. ഈ ബെർട്രാൻഡ് റസ്സൽ എന്ന് പറഞ്ഞ ഭയങ്കര ഒരു വലിയ സാഹിത്യകാരനുണ്ടായിരുന്നു വെസ്റ്റേൺ കൺട്രീസിൽ. അപ്പോൾ അദ്ദേഹം ഈ മാൻസ് പെരിൽ എന്ന് പറഞ്ഞ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, മനുഷ്യ ദുരന്തം. ആ ലേഖനത്തിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നത്, മാൻ ഈസ് ദ ഓൺലി എനിമി ഓഫ് മാൻ. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ ശത്രുവായിട്ട് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു മൃഗങ്ങളും നമ്മുടെ ശത്രുക്കളല്ല. അവർ വല്ല വിശപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ വല്ലതും ആക്രമിക്കുകയോ പിടിക്കുകയോ വല്ലതും ചെയ്യുന്നെങ്കിലേ ഉള്ളൂ. ഇതങ്ങനല്ല. നോക്കൂ, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്ത് എത്ര വലിയ കൊടും ക്രൂരതകളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനൊക്കെ മനുഷ്യന്മാരാണോ? അവനെയൊക്കെ എവിടെങ്കിലും കയറ്റാമോ? അത്തരത്തിലുള്ള മഹാദുഷ്ടന്മാരായ ആളുകൾ. അപ്പോൾ ഇവരെയൊക്കെ ഭയങ്കര പരവതാനിയിട്ടാണ് സ്വീകരിക്കുന്നത്. ഈ കള്ളന്മാർ, കൊള്ളക്കാർ, കരിചന്തക്കാരെയും ജനങ്ങളുടെ ധനം മോഷ്ടിച്ച് തിന്നുന്നവരെയും കൈക്കൂലി വാങ്ങിക്കുന്നവരെയും ഇവരെയൊക്കെ എന്താ അല്ലാഹു തആല ഇതൊന്നും കാണാതിരിക്കുകയാണൊന്നും അല്ലല്ലോ. സോ ഇഫ് വി ഡോണ്ട് നോ വെയർ ദ ഖിബ്ല ഈസ്, അതുകൊണ്ട് നമുക്ക് ഖിബ്ല എങ്ങോട്ടാണെന്ന് നമുക്കറിയില്ല എങ്കിൽ ദർ ഈസ് നോ എക്സിസ് ഫോർ എ മുസ്ലിം, ഒരു മുസ്ലിമിന് ഒരു ഒഴിവ് കഴിവുമില്ല ടു വർഷിപ്പ് അല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും അവൻ അള്ളാഹുവിനെ ആരാധിച്ചു കൊള്ളണം. അവൻ സൃഷ്ടിച്ചിട്ടുള്ള ഏത് സൃഷ്ടിജാലത്തിലേക്ക് നമ്മൾ നോക്കിയാലും അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ സാന്നിധ്യവും അവൻ്റെ അത്ഭുതകരമായ ക്രിയേഷൻ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. നമ്മൾ ആ നിലയിൽ അതിനെ നോക്കണമെന്നേ ഉള്ളൂ.
അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നിനെയും ഉപദ്രവിക്കാൻ നിൽക്കുകയില്ല, ഒന്നിനോട് അനീതിയായിട്ടൊന്നും പെരുമാറത്തില്ല, ഒന്നിനെയും ആക്രമിക്കത്തില്ല, യാതൊരു രീതിയിലുള്ള ദോഷങ്ങളും വരുത്തുകയില്ല. അങ്ങനെയുള്ള അനുചരന്മാരെയാണ് പ്രവാചകൻ ലോകത്ത് സൃഷ്ടിച്ചത്. ആ പ്രവാചകൻ സൃഷ്ടിച്ച ഈ സമസ്ത ലോകത്തോടുമുള്ള ഈ അനുകമ്പാപൂർണമായ ദൈവിക മഹത്വം പ്രഘോഷിക്കുന്ന അതിമഹത്തായ സന്ദേശവും അതിമഹത്തായ സ്നേഹവായ്പുമാണ് ലോകത്തിൻ്റെ മുമ്പിൽ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രദാനം ചെയ്തത്. നമ്മളെ കണ്ട ആളുകൾ ഓടുകയാണ്. ഹിയർ അല്ലാഹ് മേക്സ് ഹിസ് ജഡ്ജ്മെൻറ്റ്സ്. ഇവിടെ അല്ലാഹു തആല അവൻ്റെ വിധി പ്രസ്താവിക്കുകയാണ്. ഹിയർ Allah makes his judgment according to the sincerity of the heart. ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്ത അള്ളാഹുവിൻ്റെ വിധി, വിലക്കുകൾ. ഇൻറ്റൻഷൻ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ഹാർട്ടിൽ എന്തായിരുന്നോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് ആ അള്ളാഹുവിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, ആ അള്ളാഹുവിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, ആ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നമ്മൾ നിറവേറ്റേണ്ടത്. അതിനു വേണ്ടിയാണ് ഇഹലോകത്ത് നാം ജീവിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ജീവിതം തന്നിരിക്കുന്നത്. ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ ഈ ഭൂമുഖത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യരോടും സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യരോടും അവൻ്റെ സമസ്ത സൃഷ്ടിജാലങ്ങളോടും ഓടി നടക്കുകയും ചാടി നടക്കുകയും ഇഴഞ്ഞു നടക്കുകയും ചെയ്യുന്ന അവൻ്റെ സൃഷ്ടിജാലങ്ങളോടും നമുക്ക് വേണ്ടി രാവും പകലുമില്ലാതെ വെയിലും മഞ്ഞും കാറ്റും മഴയും സഹിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ടല്ലോ, വൃക്ഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വേണ്ടി അവരവരുടെ ജീവിതം നൽകുകയാണ്. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, ഭൂമിയിൽ സൃഷ്ടിച്ചത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് ജീവിക്കാൻ ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒക്കൂ. ഇതിലേതെങ്കിലും ഒന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ ബുദ്ധിമുട്ടാവും. അതേസമയം നമ്മളില്ല എങ്കിൽ ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ മറ്റിതര സൃഷ്ടിജാലങ്ങൾക്ക് ഒരു കോട്ടവും സംഭവിക്കത്തുമില്ല. മൃഗങ്ങളില്ലെങ്കിലും മനുഷ്യരില്ലെന്ന് വിചാരിച്ച് മൃഗങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, മനുഷ്യരില്ലെന്ന് വിചാരിച്ച് പക്ഷികൾക്കൊന്നും ഒരു കുഴപ്പമില്ല, മനുഷ്യരില്ല എന്ന് വിചാരിച്ചും ഈ വൃക്ഷങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പവും വരുന്നില്ല. അതേസമയം മനുഷ്യന് ഇവിടെ ജീവിക്കണമെങ്കിൽ മൃഗങ്ങളും വേണം, പക്ഷികളും വേണം, വൃക്ഷങ്ങളും വേണം, ഇതെല്ലാം വേണം. ഇവനെല്ലാം ആശ്രയിച്ച് കഴിയുന്നതല്ല. ഇതിനെല്ലാം ആശ്രയിച്ച് അതിൽ നിന്നൊക്കെ കിട്ടുന്നത് എടുത്ത് നക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നന്ദികേട് കാണിക്കുന്ന നമ്മുടെ കാര്യം വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് നിങ്ങൾ തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങൾ കിബിലെ നോക്കിക്കൊണ്ട് തെറുത്ത് കൊടുത്ത് നടക്കണ്ട. എങ്ങോട്ട് നോക്കിയാലും അവിടെ എല്ലാം ഞാനുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് എന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നതെങ്കിൽ എൻ്റെ കൽപ്പനയും എൻ്റെ മഹത്വത്തെയും പ്രകീർത്തനം ചെയ്യുന്നതിന് വേണ്ടി ആണ് ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അല്പകാലം അനുവദിച്ച് തന്നിരിക്കുകയാണ്. നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്ത് കഴിയുന്നെങ്കിൽ കഴിയും മക്കളെ എന്നാണ് പറയുന്നത്. തുടർന്ന് പറയുന്നു, ദിസ് വേഴ്സ് ഈസ് ആൾസോ എ ഹാർബിഞ്ചർ ഓഫ് ദ വിക്ടറി ഓഫ് ഇസ്ലാം. അതുപോലെ ഈ വചനം വരാനിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതുമാണ്. അതായത് ദ വിക്ടറി ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ വിജയം ഉണ്ടാകുന്നതാണ്. നോക്കൂ, ആ വചനത്തിൻ്റെ വിശദീകരണ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ലോകത്ത് നിങ്ങൾ കിഴക്കും പടിഞ്ഞാറും ഇതൊക്കെ ആണല്ലോ ഇവിടെ പറഞ്ഞത്. ഇസ്ലാമിൻ്റെ വിജയം വരാനിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടാണ്. അതായത് കോൺകറിങ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, നിങ്ങൾ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ആക്രമിച്ച് കീഴടക്കുക. ആക്രമിച്ച് കീഴടക്കുക എന്ന കൊന്നും വലവിളിച്ചുമല്ല, അവിടെയൊക്കെ ഈ അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തനം ചെയ്യുന്ന നിലയിലേക്ക് നമ്മൾ കിഴക്കും പടിഞ്ഞാറും ഒക്കെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്തും. വേർ വൈ ദ വർഷിപ്പ് ഓഫ് അള്ളാഹ് വിൽ ബി വിറ്റ്നസ്ഡ്. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആ കാര്യം, ആരാധന ലോകം മുഴുവൻ അതിന് സാക്ഷ്യം വഹിക്കും.
ആൻഡ് ഹേർഡ് ഫ്രം എവറി ഡയറക്ഷൻ. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും കേൾക്കപ്പെടുന്നതാണ്. ഇൻ ഓൾ ഹ്യൂമിലിറ്റി, എല്ലാവിധമായ വിനയത്തോടെയും അങ്ങേയറ്റം വിനയത്തോടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മുഴങ്ങുന്നതാണ് എ വേൾഡ് സബ്മിറ്റഡ് വോളി ടു അല്ലാഹ്. ഈ ലോകം പരിപൂർണമായിട്ടും അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിതമായിട്ടുള്ളതാണ്. ഈ ലോകത്ത് വേറെ ഒന്നിനും ഒരു കഴിവും ഇല്ല. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അങ്ങേയറ്റം വിനയത്തോടുകൂടി എ വേൾഡ് സബ്മിറ്റഡ് വോളി ടു അല്ലാഹ്, അള്ളാഹുവിനു വേണ്ടി സമർപ്പിതമായിരിക്കുന്ന ഒരു സൃഷ്ടിജാലം ഈ ഭൂമുഖത്ത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് വരും. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ അല്ലാഹു തആല കാലചക്രം തിരിക്കുമ്പോൾ നമ്മളാരും ഈ ഭൂമുഖത്ത് ഒരു കെങ്കേമന്മാരും ഉണ്ടാകത്തില്ല, ഒരക്രമിയും അവശേഷിക്കില്ല. അനന്തമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി തുറക്കപ്പെട്ട ഈ പരിശുദ്ധമായ വചനങ്ങളും ഈ പരിശുദ്ധമായ ഭൂമിയും ഇവിടെ മുഴുവൻ നമ്മൾ മലീമസമാക്കിയിരിക്കുകയാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുക, ജീവിതം നന്നാക്കുക, സ്നേഹിക്കുക, സേവനങ്ങൾ സമർപ്പിക്കുക. ലഭിച്ചതൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നും ലഭിച്ചതാണ്. അതൊന്നും നമ്മുടേതല്ല. ഇത് മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണ്. നമുക്കും അല്പം എടുക്കാം, ബാക്കിയുള്ളത് സമസൃഷ്ടികൾക്കും മറ്റിതര അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കും കൊടുത്ത് അവൻ്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അപ്രകാരമാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്ത അടുത്ത ദിനവും ഈ നമുക്ക് വേണ്ടി നീട്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രഭാതത്തിലും ഈ വിനീത സഹോദരൻ 117-ാമത്തെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.